ഒരു സാധാരണ ആമുഖത്തിന് ഇന്ന് നമുക്ക് സമയമില്ല. കാരണം നമ്മൾ നേരിട്ട് തന്നെ ആ ഒരു ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ യുദ്ധം ചെയ്യാൻ വാളോ തോക്കോ അല്ലാതെ കേവലം ഒരു അക്ഷരമാല ഉപയോഗിച്ച് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വളരെ രസകരമായ ഒരു ചിന്തയാണ്. കാരണം ആയുധങ്ങളില്ലാതെ അക്ഷരങ്ങൾ കൊണ്ട്. അതെ, അതാണിവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ കുറിപ്പുകൾ കേരളത്തിലെ ഒരു സുപ്രധാന സാമൂഹിക നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ്. മക്തി തങ്ങൾ. ഒരു വ്യക്തി തന്റെ മാതൃഭാഷയും പിന്നെ വിദ്യാഭ്യാസവും എങ്ങനെ ഒരു സമുദായത്തെ മാറ്റാനായുള്ള ആയുധമാക്കി മാറ്റി എന്നാണ് ഈ വസ്തുതകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. തീർച്ചയായും. മക്തിത്തങ്ങളുടെ ആ ഒരു സ്വാധീനം ശരിക്കും മനസ്സിലാക്കാൻ ആദ്യം അദ്ദേഹം ഉപയോഗിച്ച ആ ഏറ്റവും വലിയ ആയുധത്തെക്കുറിച്ച് തന്നെ പറയണം. അതായത് നമ്മുടെ മലയാള ഭാഷ. അദ്ദേഹം യഥാർത്ഥത്തിൽ മാതൃഭാഷയുടെ ഒരു വലിയ പോരാളിയായിരുന്നു. ശരിയാണ്. ഈ രേഖകളിൽ കാണുന്ന 1884 ആ സംഭവം, അതായത് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഖുഡോരം എന്ന ഗ്രന്ഥം, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാള ലിപിയിൽ എഴുതിയ കേരളീയ മുസ്ലിമിന്റെ ആദ്യ ഗ്രന്ഥം ഇതായിരുന്നു എന്നതാണ്. അതെ, വളരെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു അത്. പക്ഷേ എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്. അതായത് നമ്മൾ ഈ സംസാരിക്കുന്ന ഭാഷയിൽ ഒരു പുസ്തകം ഇറക്കുന്നത് ഒരു സാധാരണ കാര്യമല്ലേ? അന്നത്തെ കാലത്ത് മലയാള ലിപിയിൽ എഴുതുക എന്നത് ഇത്ര വലിയൊരു സംഭവമായി മാറാൻ കാരണമെന്താണ്? നല്ലൊരു ചോദ്യമാണത്. ഇപ്പോൾ നമുക്കത് വളരെ ലളിതമായി തോന്നാം. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ. അറിവെന്നത് എപ്പോഴും ഒരു അധികാരമാണല്ലേ? അന്നത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ആശയവിനിമയത്തിനും പഠനത്തിനുമായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് അറബി മലയാളം എന്നൊരു സവിശേഷമായ ലിപിയായിരുന്നു. ഓഹോ, അതായത് മലയാളം തന്നെ, പക്ഷെ അറബി ലിപിയിൽ എഴുതുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഇതൊരു വലിയ സാംസ്കാരിക മതിലായി മാറി. മലയാള ഭാഷ എന്നത് മതത്തിന് അന്യമാണെന്നും ആ അറബി മലയാളമോ അറബിയോ മാത്രമേ മതപരമായ കാര്യങ്ങൾക്ക് പാടുള്ളൂ എന്നുമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു യാഥാസ്ഥിതിക കാലം. മലയാളം പഠിക്കുന്നത് തന്നെ വലിയ തെറ്റാണെന്ന് കരുതിയിരുന്നു. അപ്പൊ അതിനെ മറികടന്നുകൊണ്ടാണ് 1884 അദ്ദേഹം ഈ പുസ്തകം മലയാള ലിപിയിൽ ഇറക്കുന്നത്. അതെ, ആ വലിയ അന്ധവിശ്വാസത്തെയാണ് അദ്ദേഹം തകർത്തത്. അത് വലിയൊരു ധൈര്യം തന്നെയാണ്. പോരാത്തതിന് ഖുർആൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണമെന്നും അദ്ദേഹം വളരെ ശക്തമായി ആവശ്യപ്പെട്ടു എന്നീ കുറിപ്പുകളിൽ കാണുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായും എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ അതിലെ തന്ത്രം നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ മലയാളത്തിലേക്ക് മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് അറിവിന്റെ ഒരു ജനാധിപത്യവൽക്കരണമായിരുന്നു. സാധാരണക്കാർക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇടനിലക്കാരുടെ ആവശ്യമില്ലല്ലോ. അതെ അതെ, സ്വന്തമായി വായിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് അദ്ദേഹം ലക്ഷ്യമാക്കിയത്. ഭാഷയിലൂടെ ആ ആശയവിനിമയം എളുപ്പമാക്കിയ അദ്ദേഹം പിന്നീട് നേരെ യുദ്ധം പ്രഖ്യാപിച്ചത് സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയുടെ യഥാർത്ഥ കാരണമായ ആ അറിവില്ലായ്മയോടാണ്. അറിവില്ലായ്മയാണ് എല്ലാ പരാജയങ്ങൾക്കും കാരണമെന്ന് അദ്ദേഹം വിലയിരുത്തിയല്ലേ? അതുകൊണ്ടാണല്ലോ അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ആധുനിക വിദ്യാഭ്യാസം ഇത്ര ശക്തമായി പ്രോത്സാഹിപ്പിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിരന്തരം പ്രചാരണം നടത്തി. അതെ, അദ്ദേഹം അതിനായി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം മറ്റൊന്നാണ്. അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന് നൽകിയ ശക്തമായ പിന്തുണ. അതായത് സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അക്കാലത്ത് സംസാരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നില്ലേ? ഇതിലൂടെ അദ്ദേഹം തന്റെ സമുദായത്തിൽ നിന്ന് തന്നെ വലിയ ഒറ്റപ്പെടൽ നേരിട്ടിട്ടുണ്ടാകില്ലേ? വലിയ ഭീഷണികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണം നമ്മൾ കാണേണ്ടത്. സമൂഹത്തിന്റെ പകുതി വരുന്ന സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ശരിയാണ്. ഒരു തലമുറയെ മാറ്റണമെങ്കിൽ അമ്മമാർക്ക് വിദ്യാഭ്യാസം നൽകണം. അതെ, പുരോഗതിയിലേക്ക് പോകാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകുക മാത്രമേ വഴിയുള്ളൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. സ്വന്തം ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തും സജീവമായി പ്രവർത്തിച്ചു. അതായത് മാധ്യമങ്ങളുടെ ശക്തി അദ്ദേഹം അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. ശരി, അദ്ദേഹത്തിന്റെ ഈ വിദ്യാഭ്യാസത്തോടുള്ള പ്രായോഗിക സമീപനം നമ്മൾ കണ്ടു. എന്നാൽ ഈ കുറിപ്പുകളിൽ കാണുന്ന അദ്ദേഹത്തിന്റെ സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ എനിക്കൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ട്. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അതായത്
അന്നത്തെ മാത്തന കലാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം സമുദായത്തെ ഉപദേശിച്ചു എന്ന് ഇതിൽ പറയുന്നുണ്ട്. സായുധ പോരാട്ടങ്ങൾക്ക് പകരം ഭരണകൂടം നൽകുന്ന ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനും വിദ്യാഭ്യാസം നേടാനും അദ്ദേഹം ജനങ്ങളെ പ്രേരിപ്പിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്തുകൊണ്ടായിരിക്കും? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചരിത്രവസ്തുതയാണ്. കേൾക്കുമ്പോൾ ചിലർക്കത് വഞ്ചനയായി തോന്നാമെങ്കിലും മക്തി തങ്ങളുടെ നിലപാട് തികച്ചും പ്രായോഗികമായിരുന്നു. വികാരത്തിന്റെ പുറത്ത് ആയുധങ്ങളുമായി പോരാടിയാൽ സമുദായത്തിലെ യുവാക്കൾ കൂട്ടത്തോടെ കൊല്ലപ്പെടും എന്നദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതായത് ആത്മഹത്യാപരമായ ഒരു നീക്കത്തിൽ നിന്നും അവരെ തടയുകയായിരുന്നു. അതെ. മറ്റ് സമുദായങ്ങൾ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസം നേടുമ്പോൾ വെറും വൈകാരികതയുടെ പേരിൽ സ്വന്തം ജനത വിദ്യാഭ്യാസത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് അദ്ദേഹം കണ്ടു. അതുകൊണ്ടാണ് സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന് അവകാശങ്ങൾ നേടാൻ അദ്ദേഹം ഉപദേശിച്ചത്. അത് ശരിക്കും വലിയൊരു തിരിച്ചറിവാണ്. ജീവൻ കൊടുക്കുന്നതിനേക്കാൾ ജീവിച്ച് മുന്നേറാൻ അദ്ദേഹം അവരെ പഠിപ്പിച്ചു. ഈ വിശാലമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികളിലും വളരെ വ്യക്തമായി കാണാം. ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ. ഒരുപാട് ഗൗരവമുള്ള കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതെ, ഞാൻ നോക്കട്ടെ. തസ്ലീമുൽ ഇഖാൻ, മുഅല്ലിമുൽ ഇഖ്വാൻ, സത്യദർശിനി, കുഠോരവജ്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണെന്ന് മനസ്സിലാവും. തീർച്ചയായും. മതപരമായ കാര്യങ്ങളും തന്റെ നിലപാടുകളും വ്യക്തമാക്കാനാണ് അദ്ദേഹം ഇവയൊക്കെ എഴുതിയത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല. മരുമക്കത്തായം എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ മുസ്ലിങ്ങളും രാജഭക്തിയും, പിന്നെ മക്തി സംവാദജയം. അവിടെയാണ് മക്തിത്തങ്ങൾ ഒരു മതപണ്ഡിതൻ എന്നതിലുപരി വലിയൊരു സാമൂഹിക നിരീക്ഷകനാകുന്നത്. മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഭരണകൂടത്തോടുള്ള ബന്ധം, മറ്റു സമുദായങ്ങളിലെ രീതികൾ ഒക്കെ അദ്ദേഹം വിശകലനം ചെയ്തു. വളരെ ശരിയാണ്. പക്ഷേ ഈ പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ കണ്ട ഏറ്റവും കൗതുകകരമായ ചില പേരുകളുണ്ട്. ഢംഭാചാര വിചാരി, മുസ്ലിം ജനവും വിദ്യാഭ്യാസവും, അതൊക്കെ പോട്ടെ. പാലില്ല പായസം, പിന്നെ മൂസക്കുട്ടിയുടെ മൂക്ക് കുത്തി, ഇസ്ലാം വാൾ ദൈവവാൾ, സ്വർഗത്തിലേക്ക് വഴികാട്ടി ക്രിസ്തുവോ പൗലോസോ. ഈ പേരുകൾ, പ്രത്യേകിച്ച് ഈ പാലില്ല പായസം, മൂസക്കുട്ടിയുടെ മൂക്കുകുത്തിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താണിതിൽ പറയുന്നതെന്നറിയാനൊരാകാംക്ഷ തോന്നുന്നുണ്ട്. എന്തിനാണ് ഇത്ര ഗൗരവമുള്ള കാര്യങ്ങൾ പറയാൻ ഇത്തരം പേരുകൾ ഇട്ടത്? അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവ്. ഒരു സാധാരണക്കാരനിലേക്ക് ഗൗരവമുള്ളൊരാശയം എത്തിക്കാൻ ഏറ്റവും നല്ല ആയുധം നർമ്മവും പരിഹാസവുമാണ്. അതായത് ഒരു സറ്റയർ. ഓഹോ, അപ്പൊ അതൊരു പരിഹാസമായിരുന്നു അല്ലേ? അതെ. അന്ധവിശ്വാസങ്ങളെ നേരിട്ടെതിർക്കുന്നതിനു പകരം അതിലെ യുക്തിയില്ലായ്മയെ അദ്ദേഹം പരിഹസിച്ചു. ഇപ്പോ പാലില്ല പായസം എന്നത് എത്രത്തോളം അർത്ഥശൂന്യമാണോ അത്രത്തോളം അർത്ഥശൂന്യമാണ് പല അന്ധവിശ്വാസങ്ങളും എന്നദ്ദേഹം വളരെ ലളിതമായി സ്ഥാപിക്കുകയായിരുന്നു. അത് കൊള്ളാം. യാഥാസ്ഥിതികത്വത്തെ നർമ്മം കൊണ്ട് നേരിടുക എന്ന വലിയൊരു തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ സ്വന്തം ജനതയ്ക്കു വേണ്ടി എത്രത്തോളമാണ് അദ്ദേഹം ചിന്തിച്ചതും പ്രവർത്തിച്ചതും എന്ന് മനസ്സിലാകും. പക്ഷേ ഈ ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന ഈ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചു എന്നതിൽ പറയുന്നുണ്ട്. തീർച്ചയായും. വിശ്രമയില്ലാത്ത യാത്രകളും ഈ യാഥാസ്ഥിതികരോടുള്ള നിരന്തര സംവാദങ്ങളും അദ്ദേഹത്തെ ശാരീരികമായി വല്ലാതെ തളർത്തി. ഒരു സമുദായത്തിനു വേണ്ടി അദ്ദേഹം സ്വയം എരിഞ്ഞടങ്ങുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്. ആ അനാരോഗ്യം കാരണം 1911 അദ്ദേഹം ഫോർട്ട് കൊച്ചിയിലേക്ക് താമസം മാറി. ആ വിശ്രമജീവിതത്തിന് അധികം ആയുസ്സുണ്ടായില്ല. തുടർന്ന് 1912 സെപ്റ്റംബർ 18 അദ്ദേഹം അന്തരിച്ചു. ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ച ആ മാറ്റങ്ങളുടെ തുടക്കം മാത്രമേ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷെ അദ്ദേഹം മലയാള ലിപിയിലൂടെ വിതച്ച ആ നവചിന്തകൾ പിന്നീടങ്ങോട്ട് വലിയ ഫലം നൽകി. അതെ, മക്തി തങ്ങൾ എന്ന ആ മതപരിഷ്കർത്താവും സാമൂഹിക നവോത്ഥാന നായകനും വിദ്യാഭ്യാസ പ്രചാരകനുമെല്ലാം ഇന്നും ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇന്ന് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തിനാണ് പ്രധാനമാകുന്നത്? കാരണം അറിവും ഭാഷയും കൃത്യമായി ഉപയോഗിച്ചാൽ അതൊരു സമൂഹത്തെ മുഴുവൻ എങ്ങനെ മാറ്റിമറിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചരിത്രം. തീർച്ചയായും. ഇവിടെ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചിന്ത ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ കേവലം അക്ഷരങ്ങളും കടലാസും മാത്രം ഉപയോഗിച്ച് ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കി. അതെ,
വെറും കടലാസും പേനയും. എന്നാൽ ഇന്ന് വിരൽ തുമ്പിൽ ഈ ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും നമ്മുടെ ചുറ്റുമുള്ള ഈ പുതിയ കാലത്തെ അന്ധവിശ്വാസങ്ങളെയും തെറ്റായ ചിന്തകളെയും ഇല്ലാതാക്കാൻ നമ്മൾ ഈ വലിയ സൗകര്യങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അക്ഷരങ്ങൾ കൊണ്ട് അദ്ദേഹം തീർത്ത വിപ്ലവത്തിന്റെ ഒരംശമെങ്കിലും ഇന്നത്തെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടോ? വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണത്. ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ബാക്കിയാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.